റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്ത്. ശിശുക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് സർക്കാർ ഉത്തരവിൻ പ്രകാരം രൂപീകരിച്ച ശിശുക്ഷേമ സമിതിയുടെ അങ്കമാലി മുനിസിപ്പൽ തല പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ശിശുക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക, എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനായി സ്കൂളിൽ പോകുന്നതിന് അവസരമൊരുക്കുക, സന്തോഷകരമായി വളരുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക, ലൈംഗിക പീഡനങ്ങളിൽ നിന്നും ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങി എല്ലാ അർത്ഥത്തിലും ശിശുക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നതാണ് ശിശുക്ഷേമ സമിതിയുടെ ചുമതല. ഇതിലെ പ്രാതിനിധ്യ സ്വഭാവം പറയുന്നത് എല്ലാ തലങ്ങളിലെയും ഇന്ത്യരായ ഉദ്യോഗസ്ഥന്മാരും പ്രതിനിധികളെയൊക്കെയാണ് ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നത്, കമ്മിറ്റി അംഗങ്ങളായിരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് തോന്നുക ശിശുക്ഷേമ സമിതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തോന്നുക കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അതിനെ ചെറുക്കുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ദൗത്യം എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊന്നുമില്ല, അതിനേക്കാളൊക്കെ വളരെ വിപുലമായ അർത്ഥമുണ്ട്. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മുടെ രാജ്യം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം പണ്ടേ ആയി പ്രാപ്തമാണ്. സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ശിശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികൾ നടത്തുവാനും കൗൺസിലിംഗ് സഹായം സൗജന്യമായി നൽകുവാനും നടപടികൾ സ്വീകരിച്ചു. സമൂഹത്തിൽ വിവിധ വിധത്തിൽ ഒറ്റപ്പെട്ടുപോയ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെയെല്ലാം വിശദാംശങ്ങൾ ശേഖരിച്ച് ഓരോ കുട്ടിയുടെയും വ്യക്തിഗത ശ്രദ്ധാ പദ്ധതി തയ്യാറാക്കി കഴിയുന്നതും കുട്ടികളെ അവരവരുടെ വീടുകളിൽ നിലനിർത്തി ആവശ്യമായ സഹായങ്ങൾ നൽകുവാനും തീരുമാനിച്ചു. നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ്, ക്ഷേമകാര്യ അധ്യക്ഷ ജാൻസി അരീക്കൽ, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, ശിശുക്ഷേമ സമിതി ഓഫീസർ സായാന ജോഷി, ICDS സൂപ്പർവൈസർ പ്രതിഭ മത്തായി, ശിശു സംരക്ഷണ യൂണിറ്റ് കൗൺസിലർ ആശ ജോസ്, ശിശുക്ഷേമ സമിതി ഉത്തരവിൻ പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം അവലോകന യോഗത്തിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു. ശിശു സംരക്ഷണ യൂണിറ്റ് സോഷ്യൽ വർക്കർ ഷൈനി വർഗീസ് സമിതിയുടെ ഘടനാ പ്രവർത്തനങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ എന്നീ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് ക്ലാസ് എടുത്തു. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. AI സഹായത്തോടെ നിങ്ങളുടെ കണ്ണുകളും ഇനി പരിശോധിക്കാം. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ് ഇനി മൂക്കന്നൂരിലും. മൂക്കന്നൂരിലെ ആദ്യത്തെ AI അധിഷ്ഠിത നേത്ര പരിശോധനാ സെന്റർ. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, 3 പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യം. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി ഷോറൂമുകൾ. ബ്രാൻഡുകൾ ലഭ്യമാണ്. 50% വരെ കിഴിവ്. 1 വാങ്ങുമ്പോൾ 1 ഫ്രീ. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ്, നിയർ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഫോൺ നമ്പർ 0484 2001 655 996199 8377. കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കടവന്ത്ര, അങ്കമാലി, ചാലക്കുടി. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 773696
4883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.